ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വിവോ X300 സീരീസ് നമ്മുടെ ചൈനയിലൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം മിക്കവാറും നിങ്ങൾ കുറേ ഇപ്പോൾ വലിയ ടെക് യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ നമ്മുടെ ചൈനീസ് വേരിയൻറ്റിൻ്റെ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചൈനീസ് വേരിയൻ്റ് ഒന്നും വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് അറിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് X200 Pro ആണ്. അപ്പോൾ X200 Proവും അതുപോലെ തന്നെ X300 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കുറേ പേര് മിക്കവാറും ചിലപ്പോൾ ഇപ്പോൾ കുറേ പേര് നമ്മുടെ X200 Pro ഒക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ X300 Pro നിങ്ങൾക്ക് ഇന്ത്യയിൽ എപ്പോൾ ഇറങ്ങാൻ പോകുന്നതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞു പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ ചെയ്യാൻ മതി. ടെലിഗ്രാം ചാനലും ഉണ്ട് കേട്ടോ, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, എല്ലാ ലിങ്കുകളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനൊന്നും വലിയ കാര്യമായിട്ട് ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ചേഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് വഴിയേ പറയാം. എന്തായാലും X300 Proവും അതുപോലെ തന്നെ മെയിനായിട്ട് എൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചേഞ്ചസ് വന്നേക്കുന്നത് ഫ്ലാറ്റ്. ഇതിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്കിതിൽ പണ്ട് മൈക്രോ കർവ്ഡ് ആയിട്ടുള്ള എല്ലാ സൈഡിലും ചെറിയൊരു കർവ് വരുന്നൊരു ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ ആ പ്രാവശ്യം അത് മാറ്റിയിട്ട് ഫുൾ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. അതൊന്നും നല്ല കാര്യം. എനിക്ക് ആക്ച്വലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇഷ്ടം കേട്ടോ. ഞാൻ രണ്ടും സാധനം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കർവ് ഡിസ്പ്ലേ മതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പറയുമ്പോൾ ദൂരനൊക്കെ കാണുമ്പോൾ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആ സാധനം മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ ഗാർഡ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് നല്ലത് കേട്ടോ. സത്യം പറഞ്ഞാൽ വ്യൂവിങ് എക്സ്പീരിയൻസ് ആയാലും ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് മറ്റത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റി, ഇപ്പോൾ മോട്ടറോള ഡിവൈസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നും. പക്ഷേ സത്യം പറയുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സുകളൊക്കെ അറിയാം. അത് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് മിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ സാധനം വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ബ്രാൻഡുകൾ തന്നെ ആദ്യം ഇറക്കിയിട്ടത് മാറ്റിയില്ലോ. ആദ്യം അത് പ്രീമിയം ബ്രാൻഡ്സുകൾ ഇറക്കി, ഭയങ്കര പ്രീമിയം ഫോണുകൾക്ക് മാത്രം കർവ് ഡിസ്പ്ലേ ഇറക്കി. പിന്നെ അത് അവർ മാറ്റിയത് ഫ്ലാറ്റ് ആക്കി. പിന്നെ അത് ബഡ്ജറ്റ് സീരീസിലേക്ക് വന്നു. ഇപ്പോൾ ബഡ്ജറ്റ് സീരീസും നിർത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്പെക്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 226 ഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ആ സൈസ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വലുതൊന്നും വലിയ കുറഞ്ഞിട്ടില്ല. പിന്നെ 8mm തന്നെയാണ് നമ്മുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സിം സപ്പോർട്ട് അതൊക്കെ ഇതിലുണ്ട്. IP68 69 അത് ഇതിലുണ്ട്. എന്താ വ്യത്യാസം വന്നെങ്കിൽ നമുക്ക് എന്തായാലും കമ്പയർ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ LTPO ഡിസ്പ്ലേ തന്നെയാണ്, ഇത് തന്നെയാണ്, AMOLED തന്നെയാണ്, 1 ബില്യൺ കളർ ഇതിനുണ്ട്, 120 Hz ഇതിലുണ്ട്. PW dimming അതൊരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി BOEൻ്റെ ഡിസ്പ്ലേ ആണ് ഒരു പുതിയ X300 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. PW dimming അതുപോലെ തന്നെ HDR10+ഉം അതുപോലെ HDR VVയുടെ ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ടും ഉണ്ട്, 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേ നല്ല ടോപ്പ് ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഓൾമോസ്റ്റ് 94-95% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആകുമ്പോൾ ശരിക്കും അറിയാമല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പിക്സലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് Pixel 10 ആണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇപ്പോൾ ബെസൽ ഉണ്ടെന്ന് കണ്ടു. ഇപ്പോൾ അതിന് പകരം ഇപ്പോൾ X24 സീരീസ് ആയാലും അത് തന്നെയാണ് അവസ്ഥ. ഇതിലായാലും നിങ്ങൾക്ക് ചെറിയൊരു ബെസൽ, ഇതിൽ ഭയങ്കര ബെസലൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ബെസൽ നിങ്ങൾക്ക് കാണാം. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആകുമ്പോൾ ഇത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് പകരം S23 Ultra ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റണമെന്നില്ല കാണുമ്പോൾ. പക്ഷേ S23 Ultraയ്ക്കാണ് എന്താ പറയുക ബെസൽ കുറവെന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ലെ കർവ് ഡിസ്പ്ലേ ആകുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് MediaTekൻ്റെ Dimensity 9500 ആണ് വന്നിരിക്കുന്നത്. ഇതിൽ 9400 ആയിരുന്നു. പിന്നെ 4 മേജർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. Origin OS 6 വരുന്നുണ്ട്. ഇതിലും വരും, അടുത്ത മാസം ഇതിലും വരും. X200 വരും. S200 സീരീസ് എല്ലാത്തിലും എന്തായാലും അടുത്ത മാസം വരും. പിന്നെ ഇതിൽ നമുക്ക് കാർഡ്സ് 250. ഇവിടെ എന്തായാലും ഇന്ത്യയിൽ എന്തായാലും ഒരു വേരിയൻ്റ് തന്നെ വരാൻ പോകുന്നുള്ളൂ. 16GB 512 അതന്നെ ഇതും. പിന്നെ ക്യാമറ സെറ്റപ്പ് മാറ്റിയിട്ടില്ല, പക്ഷേ ക്യാമറ സെൻസേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്നതിലും 50-50-200 തന്നെയാണ്. ഇതിലും 50-50-200 തന്നെയാണ്. സെൽഫി ക്യാമറ മാറ്റിയിട്ടുണ്ട്, അവർ 50 ആക്കിയിട്ടുണ്ട്. അതാണ് മെയിൻ മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ സെൻസേഴ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ സെൻസർ നോക്കുകയാണെങ്കിൽ 50 MP സോണിയുടെ 828 ആണെന്ന് തോന്നുന്നുണ്ട്. മറ്റത് പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ, സാംസങ്ങും MediaTekഉം കൂടിയിട്ട് നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്. പിന്നെ ആക്ച്വലി നമ്മുടെ ജിയോന്ന് കോൾ വന്നായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ സിം ആക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ സിം ആണ് കുറച്ചുകൂടി സേഫ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നമ്മുടെ എന്താ പറയുക സിം സ്വാപ്പിംഗ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഫൈനാൻഷ്യൽ ഫ്രോഡുകളുടെ സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫസ്റ്റ് സിം ആണ്. പറയുമ്പോൾ നമുക്ക് ഫോൺ മാറ്റുമ്പോൾ ഒക്കെ ഇപ്പോൾ സുഖമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾക്ക് ഈ പുതിയ വാങ്ങിക്കുന്ന ഫോണിൽ ഈ സിം ഫെസിലിറ്റി ഉണ്ടായാൽ മതി. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക്
സിം ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് സുഖമായിട്ട് സ്വാപ്പ് ചെയ്യാം. അത് അതിന് ഓൾറെഡി വീഡിയോ നമ്മൾ 2-3 ദിവസം മുമ്പ്, 3 ദിവസം ഒരാഴ്ച മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ആക്ച്വലി നമ്മുടെ ഈ നമ്മുടെ 13s നമ്മുടെ ഇതിൽ നമ്മുടെ OnePlusന്റെ 13s ആണ്. ഇത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം. ഇതിലേക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ പിക്സലിൽ നിന്ന് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈസിലാണ് കേട്ടോ, സുഖമായിട്ട് സ്വാപ്പ് ചെയ്യാം. ഇപ്പോൾ ജിയോ ഒക്കെ ആണെങ്കിൽ സുഖമാണ്, എയർടെൽ ആണെങ്കിൽ കുറച്ച് പണിയാണ്. BSNL PSM ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ ഓഫ്ലൈൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് പോവാം. നമുക്ക് പിന്നെ ഇതിൽ 200 മെഗാപിക്സൽ വന്നേക്കുന്നത് സാംസങ്ങും അതുപോലെ തന്നെ മീഡിയടെക്കും വിവോയും കൂടിയിട്ടുണ്ടോ ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാക്കിക്കുന്ന ഒരു പുതിയ സെൻസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പറയുമ്പോൾ ഇതിലും 200 തന്നെയായിരുന്നു, നമുക്ക് അറിയാവുന്നല്ലോ. പിന്നെ ലേസർ ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്, കളർ സ്പെക്ട്രം സെൻസർ വരുന്നുണ്ട്, സയസ് ഒപ്റ്റിക്സ് വരുന്നുണ്ട്, പിന്നെ ലെൻസ് കോട്ടിംഗ് സയസിൻ്റെ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിലുണ്ട്. LED ഫ്ലാഷ്, പനോരമ, 3D LED ഇമ്പോർട്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8K വീഡിയോ സപ്പോർട്ടും കാണലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് സെൽഫി ഒരു 50 മെഗാപിക്സലായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൽഫി കുറച്ച് ഷോക്കായിരുന്നു, എന്ന് വെച്ചാൽ നമുക്കിതിൽ എന്താ പറയുക ഓട്ടോ ഫോക്കസും കാണുന്നൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈഫൈയിൽ നമുക്ക് 7 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 അതൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ USB 3.2 അതും ഓക്കെയാണ്. ഫിംഗർ പ്രിൻറ്റ് അൾട്രാസോണിക് തന്നെയാണ്. പിന്നെ 6510 ബാറ്ററി 6510 ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 6000 ഉണ്ടാകുന്നുള്ളൂ. പിന്നെ 90 വാട്ട് അതൊക്കെ വലിയ ഡിഫറൻസും കാണുന്നില്ല. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ബ്രൗൺ 4 കളറാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ ഇത് എന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് വലിയൊരു ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ഞാൻ അപ്ഗ്രേഡ് റെക്കമെൻഡും അല്ല. നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിളാണ് കുറേ ഇപ്പോൾ ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇപ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി X300 Pro വാങ്ങിക്കാൻ ഉദ്ദേശമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്തായാലും വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളെല്ലാ പ്രൊഡക്ട്സുകളും വാങ്ങിച്ചിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ ചിലവെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ഉദ്ദേശമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഡിസൈൻ ചേഞ്ചസും ഇല്ല, വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം. ഡിസൈൻ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കർവും സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഈ ഹമ്പും കുറച്ചിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ X300 സീരീസ് ചെറുതേ ഫോണാക്കിയിട്ടേ. പണ്ട് ഇതേ സൈസ് തന്നെയായിരുന്നു X200, പക്ഷേ X300 അവർ കുട്ടി ഫോണാക്കി. അപ്പോൾ ഇനി X300 FE ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ ആ ഒരു സൈസിലേക്ക് X300 ആക്കിയവർ. അപ്പോൾ ചാൻസ് കുറവാണ്. അവർ FE സീരീസ് ഇതുകൂടി നിർത്തുമോ അറിയില്ല. അപ്പോൾ X300 കുറച്ചുകൂടി എനിക്ക് കൊള്ളാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ അതിന് പ്രൈസ് വന്നിട്ടില്ല. പക്ഷേ ആ ചൈനീസ് പ്രൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ X300 Proന് 65,000 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ X200 Proന് 95 രൂപയായിരുന്നു. പ്രൈസ് ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾ ചൈനയിലൊക്കെ ഭയങ്കര വില കുറവാണ്. അവർ പിന്നെ അതിന് പകരം എന്തൊക്കെയോ സബ്സിഡിയും പോലെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഒരു രക്ഷയില്ല, അമ്മമാരെ പറഞ്ഞിട്ട് തരില്ല, ഒരു വേറെ ലെവലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Vivo X300 Proൻ്റെ ഡീറ്റെയിൽസ്. ഇത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്നത് ഡിസംബറിലാണ് കേട്ടോ. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ലോഞ്ചിങ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും ഒരു ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യം, പെട്ടെന്ന് തന്നെ വന്നു. അടുത്ത ഓൾറെഡി ഇപ്പോൾ നമുക്ക് നവംബർ ആയല്ലോ, ഓൾമോസ്റ്റ് നവംബർ ആയി, ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മിക്കവാറും ആ സമയത്ത് തന്നെ നമ്മുടെ എന്താ പറയുക iQൻ്റെ 15 വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊരു വീഡിയോ ചെയ്തെന്ന് മാത്രം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അൺബോക്സിങ് ഒരു ചാൻസ് കുറവാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊല്ലം തന്നെ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് നമ്മളത് സെൽ ഔട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും 10-30% നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും ഇന്ത്യയിൽ എന്തായാലും മിക്കവാറും 1,00,000 മുകളിൽ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ഒരു പ്രൈസ് എല്ലാ കൊല്ലം കൂടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ GST കുറച്ച് അങ്ങനെ എന്തെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ മാത്രം ഈ പ്രൈസിൽ നിൽക്കാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും 1 lakh above വരാനുള്ള ചാൻസ് പ്രോ സീരീസിന് എന്തായാലും ഉണ്ട്. അൾട്രാ സീരീസ് എന്തായാലും ഇന്ത്യയിൽ വരുന്നില്ല. ഈ 2 സീരീസ് ഇതുവരെ ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, ഓൾറെഡി നിങ്ങൾ X200 Pro ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം. എനിക്കറിയാം കുറേ പേര് X200 Pro ഉപയോഗിക്കുന്നുണ്ട് Vivoൻ്റെ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് കാണുമ്പോൾ അറിയാലോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തുള്ള കാണാം. ബൈ. അപ്പോൾ